കണ്ണുകളിലേക്ക് നോക്കിയാൽ മന്ത്രവാദിനിയെപ്പോലെ നമ്മളെ തളച്ചിടുന്ന ചില മുഖങ്ങളുണ്ട്. ഒരു വട്ടം കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാന്തിക വലയം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായ ഒരു അധ്യായമാണ് ആയില്യം. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. അവരെക്കുറിച്ച് കേട്ട കഥകളേക്കാൾ എത്രയോ ഭീതിജനകവും അത്ഭുതപ്പെടുത്തുന്നതുമാണ് അവരുടെ യഥാർത്ഥ ഉള്ളറകൾ. പാമ്പിന്റെ കണ്ണുകളുള്ള ജന്മങ്ങൾ എന്ന് ലോകം ഇവരെ വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പ് വായിച്ചെടുക്കാൻ ഇവർക്ക് കഴിയും. പുറമെ ശാന്തസമുദ്രം പോലെ കിടക്കുന്ന ഇവരുടെ മനസ്സിന് ഉള്ളിൽ തിളച്ചുമറിയുന്ന ലാവാപ്രവാഹമുണ്ട്. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളെ വെറുമൊരു സാധാരണ പെണ്ണായി കണ്ട് വിലയിരുത്താൻ പോയാൽ നിങ്ങൾക്ക് തെറ്റി. അവിടെയാണ് ഈ കഥയുടെ യഥാർത്ഥ തുടക്കം. സമൂഹത്തിൽ ഇവർക്കെതിരെ പ്രചരിക്കുന്ന ശാപവാക്കുകൾക്ക് പിന്നിലെ സത്യമെന്താണ്? എന്തുകൊണ്ടാണ് ഇവരുടെ സാന്നിധ്യം പോലും ചിലരിൽ വിറയലുണ്ടാക്കുന്നത്? ആയില്യത്തിന്റെ ആ നിഗൂഢ പ്രപഞ്ചത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ആദ്യമായി നമ്മൾ തിരയുന്നത് ഇവരുടെ ആരും കാണാത്ത ആ ഒന്നാമത്തെ രഹസ്യമാണ്. നിങ്ങൾ ഒരു വട്ടം മാത്രം കണ്ട ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞാൽ എന്തുണ്ടാകും? അതാണ് ആയില്യം നക്ഷത്രക്കാർ. ഇവരുടെ ഉള്ളിൽ ഒരു ആറാമത്തെ ഇന്ദ്രിയം എപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ട്. ഒരാൾ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ചിന്തകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചതിയും കള്ളത്തരവും ഇവർക്ക് കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ പറ്റിക്കാൻ ജീവനുള്ള ഒരു മനുഷ്യനും സാധിക്കില്ല. ബുദ്ധിശക്തിയുടെയും കാര്യപ്രാപ്തിയുടെയും കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാൻ ആരുമില്ല. ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലും പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കാൻ ഇവർക്കുള്ള കഴിവ് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തും. പുറമേ അതീവ ശാന്തരായി പാവങ്ങളെപ്പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഉള്ളിൽ കനൽ ഒളിപ്പിച്ചവരാണ് ഇവർ. തങ്ങളെ ദ്രോഹിച്ചവരോട് പകരം വീട്ടാൻ കാലം എത്ര കഴിഞ്ഞാലും ഇവർക്ക് മടിയുണ്ടാകില്ല. കാത്തിരുന്ന് കൃത്യമായ സമയത്ത് അതേ നാണയത്തിൽ തന്നെ ഇവർ തിരിച്ചടിക്കും. ശത്രുക്കൾ മെനയുന്ന തന്ത്രങ്ങളെ അവരുടെ നേർക്ക് തന്നെ തിരിച്ചുവിടാൻ ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട്. ആരോടും ഒന്നിനും വഴങ്ങിക്കൊടുക്കാത്ത ഈ ഒരു സ്വഭാവമാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തം സാമ്രാജ്യം ഭരിക്കുന്ന രാജ്ഞിമാരാണിവർ. ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ മറ്റൊരു വലിയ സത്യം കൂടിയുണ്ട്. മറ്റൊരാളുടെ കീഴിൽ ജീവിക്കുക എന്നത് ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്വന്തം കാലിൽ നിൽക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ. ആരുടെയും നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ ഇവർ തലകുനിക്കില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക മേഖലകളിൽ ഇവർ എപ്പോഴും ഉയർന്ന പദവികളിൽ എത്തിച്ചേരും. ഒരു കൂട്ടം ആളുകളെ കൃത്യമായി നയിക്കാനും അവരെക്കൊണ്ട് പണിയെടുപ്പിക്കാനുമുള്ള നേതൃത്വപാടവം ഇവർക്ക് ജന്മനാ ലഭിക്കുന്നതാണ്. ഇവരുടെ സംസാരശേഷിയാണ് മറ്റൊരു പ്രധാന ആയുധം. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കാനും വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും ഇവർക്ക് പ്രത്യേക മിടുക്കുണ്ട്. എന്നാൽ ആ സംസാരത്തിലും എപ്പോഴും ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടാകും. കാര്യങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവമുണ്ടെങ്കിലും സ്വന്തം വ്യക്തിജീവിതത്തെയോ മനസ്സിലുള്ള യഥാർത്ഥ ചിന്തകളെയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇവർ ഒട്ടും ഇഷ്ടപ്പെടില്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഇവർ വെളിപ്പെടുത്തില്ല. ഈയൊരു നിഗൂഢത തന്നെയാണ് ഇവരെ കൂടുതൽ ആകർഷകമാക്കുന്നത്. ആരോടും പറയാത്ത പല രഹസ്യങ്ങളും ഇവരുടെ മനസ്സിൽ അടക്കം ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഇവരുടെ നിലപാടുകളും. പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ കാണിക്കുന്ന മിടുക്ക് അമ്പരപ്പിക്കുന്നതാണ്. അനാവശ്യമായി ഒരു രൂപ പോലും ചിലവഴിക്കാൻ ഇവർക്ക് താൽപ്പര്യമില്ല. ഭാവി സുരക്ഷിതമാക്കാൻ കൃത്യമായ സാമ്പത്തിക പ്ലാനുകൾ ഇവരുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ലോഭികളോ കടുംപിടുത്തക്കാരികളോ അല്ല ഇവർ. സ്വന്തം കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണം വാരിയെറിയാൻ ഇവർക്ക് മടിയുമില്ല. ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയാൽ ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾ വലിയ വിജയങ്ങൾ കൊയ്തെടുക്കും. കൃത്യമായ കണക്കുകൂട്ടലുകളും തന്ത്രങ്ങളും മെനയാൻ ഇവർക്കുള്ള കഴിവ് ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാക്കാൻ സഹായിക്കും. മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിലും ഇവർക്ക് തെറ്റുപറ്റാറില്ല. കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇവർ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തമുള്ളവരായി മാറും. ഭർത്താവിനോടും കുട്ടികളോടും ഉള്ളിൽ തട്ടിയ സ്നേഹവും സമർപ്പണബോധവും ഇവർ കാണിക്കും. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഉന്നതിക്കും വേണ്ടി ഇവർ കഠിനമായി പ്രയത്നിക്കും. പങ്കാളിയുടെ വിജയത്തിന് പിന്നിൽ ഒരു ശക്തമായ ചാലകശക്തിയായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ ഇതേ പങ്കാളിയിൽ നിന്ന് പൂർണ്ണമായ വിശ്വസ്തതയും സ്നേഹവും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ വഞ്ചനയോ ഉണ്ടായാൽ കഥ ആകെ മാറും. ആ ശാന്തത പെട്ടെന്ന് തന്നെ ഭീകരരൂപം പ്രാപിക്കും. അമിതമായ സ്നേഹം ചിലപ്പോൾ വലിയ ഭയമായി മാറാറുണ്ട്. പങ്കാളിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അവരെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ജ്യോതിഷത്തിൽ പറയുന്ന ഇവരുടെ പ്രധാന പോരായ്മയും ഈ സംശയപ്രകൃതിയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടി അനാവശ്യമായ കുടുംബകലഹങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകാറുണ്ട്. ഈയൊരു സ്വഭാവം നിയന്ത്രിച്ചില്ലെങ്കിൽ
ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഇവർ നേരിടേണ്ടി വരും. ഇവരുടെ മനസ്സിൽ എപ്പോഴും വികാരങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെയുണ്ടാകും. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരാണ് ഇവർ. തങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാൽ അത് അപ്പോൾ തന്നെ മുഖത്തു നോക്കി പ്രകടിപ്പിക്കും. ദേഷ്യം വന്നാൽ പിന്നെ ഇവർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ സമയത്ത് നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയം തുളയ്ക്കുന്നതായിരിക്കും. എന്നാൽ ഈ ദേഷ്യം അത്ര തന്നെ പെട്ടെന്ന് ആറിത്തണുക്കുകയും ചെയ്യും. ദേഷ്യം മാറിക്കഴിഞ്ഞാൽ ഇവർ സാധാരണ നിലയിലാകുകയും തങ്ങൾ ചെയ്ത തെറ്റോർത്തുള്ളാലെ വിഷമിക്കുകയും ചെയ്യും. എങ്കിലും മറ്റുള്ളവരോട് പോയി ക്ഷമ ചോദിക്കാൻ ഇവരുടെ അഹംഭാവം പലപ്പോഴും അനുവദിക്കാറില്ല. ഈ ഈഗോ ഇവരുടെ വലിയൊരു ശത്രുവാണ്. തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന വാശി പലപ്പോഴും ഇവരിൽ കാണാം. ഇതാണ് ശത്രുക്കളെ കൂട്ടാൻ പ്രധാന കാരണം. തങ്ങൾ ഒരു ഫാഷൻ ഐക്കണായിരിക്കണം എന്ന് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നു. എടുത്തു പറയേണ്ട സൗന്ദര്യബോധവും വൃത്തിയുമുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ. വസ്ത്രധാരണത്തിലും ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഇവർക്ക് പ്രത്യേക താൽപ്പര്യവും മികച്ച ഫാഷൻ സെൻസും ഉണ്ടാകും. മറ്റുള്ളവരുടെ ശ്രദ്ധ എപ്പോഴും തങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഒരുങ്ങാൻ ഇവർക്കിഷ്ടമാണ്. കലാരംഗത്ത് ഇവർക്ക് വലിയ താൽപ്പര്യവും കഴിവുമുണ്ടായിരിക്കും. നൃത്തം, സംഗീതം, അഭിനയം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. ഭാവനാലോകത്ത് വിഹരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകൾ വളരെ സർഗാത്മകമായിരിക്കും. ഒരു കാര്യത്തെ പല കോണുകളിൽ നിന്ന് നോക്കിക്കാണാൻ ഇവർക്ക് സാധിക്കും. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകത അവരുടെ ഈശ്വരഭക്തിയാണ്. സർപ്പദൈവങ്ങളുമായി ബന്ധമുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ സർപ്പ ആരാധനയിലും ക്ഷേത്രദർശനത്തിലും ഇവർക്ക് വലിയ താൽപ്പര്യമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ഇവർ സജീവമായി പങ്കാളികളാകും. ഈശ്വരവിശ്വാസം ഇവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഇവർക്ക് കരുത്തു നൽകുന്നു. പൂജാകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും ഇവർ കൃത്യത പുലർത്തും. എന്നാൽ ഈ ഭക്തി പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഭയമില്ലാത്ത മനസ്സാണ് ഇവരുടെ കരുത്ത്. മാനസികമായി വലിയ കരുത്തുള്ളവരാണ് ഇവർ. ജീവിതത്തിൽ എത്ര വലിയ പരാജയങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായാലും തളർന്നു പോകാതെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ ഇവർക്ക് കഴിയും. മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഇവരുടെ ശേഷി വളരെ വലുതാണ്. പുറമേ കരയുമെങ്കിലും ഉള്ളിൽ ഇവർ കൂടുതൽ ശക്തരായി മാറുകയാണ് ചെയ്യുന്നത്. സൗഹൃദങ്ങളുടെ കാര്യത്തിൽ ഇവർ വളരെ തെരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ്. എല്ലാവരെയും പെട്ടെന്ന് സുഹൃത്തുക്കളാക്കാൻ ഇവർക്ക് താൽപ്പര്യമില്ല. തങ്ങളുടെ മാനസികാവസ്ഥയുമായി ഒത്തുപോകുന്ന ആളുകളെ മാത്രമേ ഇവർ സുഹൃദ്വലയത്തിൽ ഉൾപ്പെടുത്തൂ. എന്നാൽ ഒരിക്കൽ സുഹൃത്തായി സ്വീകരിച്ചാൽ അവർക്കു വേണ്ടി എന്തും ചെയ്യാൻ ഇവർ മടിക്കില്ല. സുഹൃത്തുക്കളുടെ ആവശ്യങ്ങളിൽ ഓടിയെത്താനും അവരെ സഹായിക്കാനും ഇവർ എപ്പോഴും മുന്നിലുണ്ടാകും. എങ്കിലും സൗഹൃദങ്ങളിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കും. മറ്റുള്ളവർ തങ്ങളെക്കാൾ വളരുന്നത് കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ ചെറിയൊരു അസൂയ തോന്നാം. അത് ഇവരുടെ മറ്റൊരു രഹസ്യ സ്വഭാവമാണ്. പുറമെ അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ ആ ഒരു ചിന്ത ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. മത്സരബുദ്ധി ഇവരിൽ വളരെ കൂടുതലായിരിക്കും. ഏതൊരു കാര്യത്തിലും ഒന്നാമതെത്താൻ ഇവർ ആഗ്രഹിക്കുന്നു. പഠനത്തിലായാലും ജോലിയിലായാലും മറ്റുള്ളവരെ പിന്നിലാക്കി മുന്നേറാൻ ഇവർ കഠിനമായി പരിശ്രമിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഇവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. കൃത്യമല്ലാത്ത ഭക്ഷണരീതികളും കടുത്ത മാനസിക സമ്മർദ്ദവും ഇവരുടെ ആരോഗ്യത്തെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. കൂടാതെ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജികളും പനി, ജലദോഷം തുടങ്ങിയവയും ഇവരെ എളുപ്പത്തിൽ പിടികൂടാം. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ എപ്പോഴും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മാനസികമായ സമാധാനം നിലനിർത്താൻ ഇവർ യോഗയോ ധ്യാനമോ ശീലമാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് ഇവരുടെ അമിതമായ ദേഷ്യവും വിഷാദവും നിയന്ത്രിക്കാൻ സഹായിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ട്. ആരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള ശരീരഭാഷയും നോട്ടവും ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് പ്രകൃതിയോട് വലിയൊരു ഇണക്കമുണ്ടായിരിക്കും. ചെടികൾ വളർത്തുന്നതിലും മൃഗങ്ങളെ പരിപാലിക്കുന്നതിലും ഇവർക്ക് വലിയ താൽപ്പര്യമുണ്ടാകും. വീട്ടുപരിസരം എപ്പോഴും പച്ചപ്പുള്ളതാക്കി നിലനിർത്താൻ ഇവർ ആഗ്രഹിക്കും. ഇത് ഇവരുടെ മനസ്സിലെ അശാന്തിയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഭക്ഷണപ്രിയരായവർക്ക് നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാനും അത് മറ്റുള്ളവർക്ക് പാകം ചെയ്ത് നൽകാനും പ്രത്യേക താൽപ്പര്യമുണ്ടാകും. പാചകത്തിൽ ഇവർക്ക് ജന്മനാ ഒരു കൈപുണ്യമുണ്ടായിരിക്കും. എന്നാൽ ഇവരെ ശത്രുക്കളാക്കാൻ ആരും ആഗ്രഹിക്കരുത്. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളെ ശത്രുക്കളാക്കാൻ ശത്രുക്കൾ പോലും ആഗ്രഹിക്കില്ല. കാരണം ഇവരുടെ ശത്രുത അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. തങ്ങളെ വേദനിപ്പിച്ചവരോട് ഇവർ ഒട്ടും ദയ കാണിക്കില്ല. അവർക്ക് അർഹിച്ച ശിക്ഷ നൽകാൻ ഇവർ ഏതറ്റം വരെയും പോകും.
എന്നാൽ തങ്ങളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നവരോട് അങ്ങേയറ്റത്തെ കാരുണ്യവും സ്നേഹവും ഇവർ തിരിച്ചു നൽകും. ഒരു ചെറിയ സ്നേഹപ്രകടനത്തിൽ പോലും ഇവർ അലിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വശത്താക്കാനുള്ള ഒരേയൊരു മാർഗം സ്നേഹം മാത്രമാണ്. സ്നേഹം കൊണ്ട് ഇവരെ എന്തു വേണമെങ്കിലും ചെയ്യിക്കാൻ സാധിക്കും. അധികാര സ്വഭാവം ഇവരുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. തങ്ങളുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കണമെന്ന് ഇവർ നിർബന്ധം പിടിക്കും. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും മറ്റുള്ളവർ തങ്ങളുടെ വാക്ക് കേൾക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഈ സ്വഭാവം കാരണം പലപ്പോഴും സഹപ്രവർത്തകരുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകളുടെ ജീവിതം എപ്പോഴും ഒരു പോരാട്ടമായിരിക്കും. ജീവിതത്തിന്റെ തുടക്കകാലത്ത് ഇവർക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരാം. എന്നാൽ പ്രായം കൂടുന്തോറും ഇവരുടെ ജീവിത നിലവാരം ഉയരുകയും ഇവർ കൂടുതൽ സുഖസൗകര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കഠിനാധ്വാനം ചെയ്യാനുള്ള ഇവരുടെ മനസ്സ് തന്നെയാണ് ഇതിന് കാരണം. ഭാഗ്യത്തേക്കാൾ കൂടുതൽ സ്വന്തം അധ്വാനത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ വിചാരിച്ച കാര്യം സാധിച്ചെടുക്കുന്നതുവരെ വിശ്രമിക്കാറില്ല. തോറ്റുകൊടുക്കാൻ ഒട്ടും മനസ്സില്ലാത്ത സ്വഭാവമാണ് ഇവരുടേത്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായി ഇവർ തിരിച്ചുവരും. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ചില രഹസ്യമോഹങ്ങളുണ്ടാകും. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കണമെന്നും എല്ലാവരും തങ്ങളെ ബഹുമാനിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. പ്രശസ്തിക്കു വേണ്ടി ഇവർ ഉള്ളാലെ കൊതിക്കുന്നുണ്ടാകും. തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷം ലഭിക്കും. എന്നാൽ ഇത് പുറമേ കാണിക്കാൻ ഇവർ മടിക്കും. വളരെ ഗൗരവമുള്ള ഒരു മുഖംമൂടി എപ്പോഴും ഇവർ ധരിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർ തങ്ങളെ ഒരു സാധാരണക്കാരിയായി കാണാൻ ഇവർ ഇഷ്ടപ്പെടില്ല. എപ്പോഴും ഒരു പ്രത്യേകത നിലനിർത്താൻ ഇവർ ശ്രമിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടാകില്ല. സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കാനാണ് ഇവർക്കിഷ്ടം. എന്നാൽ ആരെങ്കിലും തങ്ങളുടെ അതിർത്തി ലംഘിച്ചു വന്നാൽ ഇവർ പാമ്പിനെ പോലെ ചീറ്റിയെടുക്കും. ഇവരുടെ പ്രണയജീവിതം വളരെ തീവ്രമായിരിക്കും. ഒരാളെ പ്രണയിച്ചാൽ അത് പൂർണ്ണ മനസ്സോടെയായിരിക്കും. പ്രണയിതാവിനു വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ ഇവർ തയ്യാറാകും. എന്നാൽ പ്രണയത്തിലും ഇവർക്കൊരു മേധാവിത്വ സ്വഭാവമുണ്ടാകും. പങ്കാളി എപ്പോഴും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കും. പങ്കാളിയിൽ നിന്ന് ചെറിയൊരു അവഗണന പോലും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. അസൂയയും കുശുമ്പും പ്രണയകാലത്ത് ഇവരിൽ കൂടുതലായി കാണാൻ സാധിക്കും. പങ്കാളി മറ്റേതെങ്കിലും സ്ത്രീയോട് സംസാരിക്കുന്നത് പോലും ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഈ അമിതമായ പൊസസീവ്നെസ് പലപ്പോഴും പ്രണയബന്ധങ്ങൾ തകരുന്നതിന് കാരണമാകാറുണ്ട്. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് നല്ലൊരു ദീർഘവീക്ഷണമുണ്ടാകും. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഇവരുടെ പല ഊഹങ്ങളും ജീവിതത്തിൽ സത്യമായി വരാറുണ്ട്. ഇത് ഇവരുടെ ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കാര്യത്തിന്റെ ഗുണദോഷങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇവരുടെ ഉപദേശം തേടുന്നത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. ഉപദേശങ്ങൾ നൽകുന്നതിൽ ഇവർ വളരെ സമർത്ഥരാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഇവർക്ക് കഴിയും. എന്നാൽ സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ പലപ്പോഴും വികാരാധീനരായി പോകാറുണ്ട്. ഇവരുടെ സ്വഭാവത്തിലെ മറ്റൊരു പ്രധാന വശം വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ്. തങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇവർ ഒട്ടും തയ്യാറാകില്ല. ഇത് പലപ്പോഴും ഇവരെ ഒരു കടുംപിടുത്തക്കാരിയായി ചിത്രീകരിക്കാൻ ഇടയാക്കും. ന്യായത്തിനു വേണ്ടി വാദിക്കാൻ ഇവർക്ക് ഭയമില്ല. നിയമവ്യവസ്ഥകളെ ബഹുമാനിക്കുന്നവരാണ് ഇവർ. ഔദ്യോഗിക ജീവിതത്തിൽ ഇവർ അഴിമതിക്കോ തെറ്റായ കാര്യങ്ങൾക്കോ കൂട്ടുനിൽക്കില്ല. തങ്ങളുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്യാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കും. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ മനസ്സ് ഒരു വലിയ കടൽ പോലെയാണ്. അതിൽ എന്തൊക്കെ ചിന്തകളും വികാരങ്ങളുമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരേ സമയം ഇവർ അങ്ങേയറ്റം ശാന്തരും അടുത്ത നിമിഷത്തിൽ അങ്ങേയറ്റം രൗദ്രഭാവം പൂണ്ടവരുമായി മാറാം. ഈ ഒരു സ്വഭാവമാറ്റം പലപ്പോഴും കൂടെയുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കും. ഇവരെ മനസ്സിലാക്കുക എന്നത് ഒരു വലിയ കടങ്കഥ പോലെയാണ്. എന്നാൽ ഇവരുമായി ദീർഘകാലം ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് ഇവരുടെ യഥാർത്ഥ നന്മ മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളിൽ കപടതയില്ലാത്തവരാണിവർ. തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, അത് ദേഷ്യമായാലും സ്നേഹമായാലും ഇവർ പ്രകടിപ്പിക്കും. പുറമെ കാണിക്കുന്ന ഈ കാഠിന്യത്തിന് പിന്നിൽ വളരെ മൃദുവായ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തിലേക്ക് കടക്കാൻ സ്നേഹം മാത്രമാണ് ഏക വഴി. മക്കളുടെ കാര്യത്തിൽ ഇവർ അങ്ങേയറ്റം സംരക്ഷണ മനോഭാവമുള്ളവരായിരിക്കും. മക്കളെ വളരെ അച്ചടക്കത്തോടെയും മൂല്യബോധത്തോടെയും വളർത്താൻ ഇവർ ശ്രദ്ധിക്കും.
മക്കളുടെ പഠനകാര്യങ്ങളിലും മറ്റ് കഴിവുകളിലും ഇവർ വളരെയധികം താൽപ്പര്യം കാണിക്കും. മക്കൾക്ക് വേണ്ടി ഏതൊരു കഷ്ടപ്പാടും സഹിക്കാൻ ഇവർ തയ്യാറാണ്. എന്നാൽ മക്കൾ തെറ്റായ വഴിക്ക് സഞ്ചരിച്ചാൽ അവരെ കർശനമായി ശിക്ഷിക്കാനും ഇവർ മടി കാണിക്കില്ല. ഒരു നല്ല അമ്മ എന്ന നിലയിൽ ഇവർ കുടുംബത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇവർ എപ്പോഴും കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ സാമൂഹിക ജീവിതം നോക്കുകയാണെങ്കിൽ ഇവർ പൊതുവെ വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഒറ്റപ്പെടലും ഏകാന്തതയും ഇവർ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട്. സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കാൻ ഇവർക്ക് സമയം ആവശ്യമാണ്. ഈ സമയത്താണ് ഇവർ തങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. സാമൂഹിക പരിപാടികളിൽ ഇവർ പങ്കെടുക്കുമെങ്കിലും അവിടെയും തങ്ങളുടെ അന്തസ്സും ഗൗരവവും നിലനിർത്താൻ ഇവർ ശ്രദ്ധിക്കും. ആവശ്യമില്ലാത്ത സംസാരങ്ങളോ ഗോസിപ്പുകളോ പറയാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടാകില്ല. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുന്ന സ്വഭാവം പൊതുവെ ഇവരിൽ കുറവായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നത് 30കളിലായിരിക്കും. ഈ പ്രായത്തിനു ശേഷം ഇവർക്ക് കൂടുതൽ പക്വതയും ജീവിതത്തിൽ വലിയ പുരോഗതിയും ഉണ്ടാകും. മുൻകോപവും വാശിയും പ്രായമാകുന്തോറും കുറഞ്ഞു വരുന്നതായി കാണാം. അനുഭവങ്ങളിൽ നിന്ന് ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. വാർദ്ധക്യകാലത്ത് ഇവർ വളരെ ആദരണീയരായ വ്യക്തിത്വങ്ങളായി മാറും. കുടുംബത്തിലെ മുതിർന്ന വ്യക്തി എന്ന നിലയിൽ എല്ലാവരും ഇവരുടെ വാക്കിന് വലിയ വില കൽപ്പിക്കും. സാമ്പത്തിക ഭദ്രതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഇവരുടെ വാർദ്ധക്യകാലത്ത് സാധിക്കും. ചില സമയങ്ങളിൽ ഇവർക്ക് വലിയ നിരാശയും വിഷാദവും അനുഭവപ്പെടാറുണ്ട്. തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ മറ്റുള്ളവരിൽ നിന്ന് അവഗണന നേരിടേണ്ടി വരുമ്പോഴോ ഇവർ കടുത്ത മാനസിക വിഷമത്തിലേക്ക് പോകും. ആ സമയങ്ങളിൽ ആരോടും സംസാരിക്കാതെ ഒതുങ്ങിക്കൂടാൻ ഇവർ ശ്രമിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവരെ മാറ്റിയെടുക്കാൻ പങ്കാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ പിന്തുണ വളരെ അത്യാവശ്യമാണ്. ഇവരെ തനിച്ചാക്കാതെ അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് ആത്മവിശ്വാസം നൽകുകയും വേണം. സ്നേഹപൂർവമായ പരിചരണത്തിലൂടെ ഇവരെ പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് ആകെ തുകയായി പറയുകയാണെങ്കിൽ അവർ ശക്തിയുടെയും ബുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു അത്ഭുതകരമായ മിശ്രണമാണ്. അവരെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നത് അസാധ്യമാണെങ്കിലും അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അവർ ജീവിതത്തിൽ തരുന്ന പിന്തുണ വളരെ വലുതായിരിക്കും. ഒരു കാവൽ മാലാഖയെപ്പോലെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ ഉള്ളിലെ നിഗൂഢതകളും രഹസ്യ സ്വഭാവങ്ങളും ഇവരുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുകയേ ഉള്ളൂ. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൂടെ നിർത്തിയാൽ അവർ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പരിചയത്തിലോ കുടുംബത്തിലോ ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളുണ്ടോ? അവരുടെ സ്വഭാവം ഈ പറഞ്ഞ കാര്യങ്ങളുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.